ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാൻസ് ക്രിയേഷൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാൻസി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ ഷോർട്സ് ഇരുന്നു ഫാബ്രിക് ഫ്യൂസിങ് ടേപ്പിനെ കുറിച്ച്. ഓക്കെ, ഇതാണ് നമ്മുടെ ഐറ്റം. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. സ്റ്റിച്ചിങ് അറിയാവുന്നവർക്കും അറിയാൻ പാടില്ലാത്തവർക്കും വളരെ യൂസ്ഫുള്ളാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ഇടുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോയാലോ. ഇതാണ് നമ്മുടെ ഡബിൾ സൈഡ് ഫ്യൂസിങ് ടേപ്പ്. ഇത് ഞാൻ ലോക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. എനിക്ക് റേറ്റ് വന്നത് 110 രൂപയാണ് ഈ ഒരു റോളിന്. ഇത് നമുക്ക് ആമസോണിലും അവൈലബിൾ ആണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇപ്പോൾ ഞാൻ ഒരു പാൻറ്റയിലാണ് നമ്മുടെ ഈ ഡബിൾ ഫേസിങ് ഫ്യൂസിങ് ടേപ്പ് യൂസ് ചെയ്യാൻ പോകുന്നത്. പാൻറ്റിൻ്റെ ലെങ്ത് നമുക്ക് ഈ ഒരു മടക്ക് വരെ ആവശ്യമുള്ളൂ. അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഫ്യൂസിങ് ടേപ്പ് നമ്മൾ ഈ ഒരു ചുറ്റോട് ചുറ്റ്, അതായത് അപ്പുറത്തേക്കും വേണമല്ലോ, അപ്പം രണ്ട് സൈഡിലേക്കും കിട്ടത്തക്ക രീതിയിൽ ജസ്റ്റ് ഇതൊന്നും മുറിച്ചെടുക്കുക. കണ്ടോ? എന്നിട്ട് നമ്മളിതാ ഇതിൻ്റെ ചുറ്റിനും വെച്ച് കൊടുക്കുകയാണ്. അറ്റത്തായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മടക്കിയെടുക്കുക. കണ്ടോ? ഇപ്പോൾ ഫ്യൂസിങ് ടേപ്പ് നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമ്മൾ അയൺ ബോക്സ് ചൂടാക്കിയിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കുക. രണ്ട് സൈഡും അതുപോലെ തന്നെ മടക്കിയിട്ടിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കുക. കണ്ടോ? ഇത് നമ്മൾ അതേലേക്ക് ഒട്ടിച്ച് വെച്ചു. നല്ല ഫൈനായിട്ട് ഒട്ടി നമ്മുടെ കറക്റ്റ് സൈസിലേക്ക് നമുക്ക് ലെങ്ത് ആഡ് ചെയ്യുകയും ചെയ്തു. പിന്നെ പുറമെ സ്റ്റിച്ചിങ് ഒന്നും വന്നിട്ടില്ല. നല്ല നീറ്റായിട്ട് നിൽക്കുകയും ചെയ്യും. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് ഇവിടെ ഹെം ചെയ്ത് കൂടി കൊടുത്തു കഴിഞ്ഞാൽ പക്ക ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊരു യൂസാണ് കേട്ടോ. അങ്ങനെ പല യൂസുകളുണ്ട്. ഞാൻ ഒന്നുകൂടി കാണിക്കാം. നമ്മളിപ്പോൾ ഫ്യൂസിങ് ടേപ്പ് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു പീസാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ രണ്ട് മെറ്റീരിയൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതതിൻ്റെ ലൈനിങ്ങും ഇതതിൻ്റെ നല്ല പീസുമാണ്. ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇത് സാറ്റിനാണ്, ഇത് ക്രിസ്പി ജോർജറ്റാണ്. ഇത് രണ്ടും നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പിടിച്ചാൽ കിട്ടുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽ അല്ല. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരേപോലെ കിട്ടിയില്ലെങ്കിൽ തെന്നി പോവും സ്റ്റിച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഫ്യൂസിങ് ടേപ്പ്, ഡബിൾ ഫേസിങ് ഫ്യൂസിങ് ടേപ്പ് എടുത്തിട്ട് നമുക്ക് എവിടുന്ന് എവിടം വരെയാണോ ഒട്ടിക്കേണ്ടതെന്ന് ലെങ്ത് എടുത്തിട്ട് ഈ ഒരു ലെങ്ത് എടുത്ത് നമ്മളതിനെ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഈ രണ്ട് പീസിൻ്റെയും ഇടയിലായിട്ട് നമ്മൾ ഈ ഒരു പീസിനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് നമ്മൾ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് അയൺ ചെയ്തെടുക്കുക. ജസ്റ്റ് ഒരു 20 സെക്കൻഡ് മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് അയൺ ചെയ്യുമ്പോഴേക്കും സംഭവം ഒട്ടി കഴിഞ്ഞു. കണ്ടോ? നല്ല സ്റ്റിഫായിട്ട് നിൽക്കുകയും ചെയ്യും. നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കണ്ടോ? ഈ രണ്ട് സൈഡും ഇപ്പം നമ്മൾ ഒട്ടിച്ചെടുത്തേക്കുന്ന കാരണം നീറ്റായിട്ടിരിക്കും. സംഭവം തെന്നി പോകുന്നില്ല. കറക്റ്റ് ആ ഒരു ഫിനിഷിങ്ങിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നല്ല പീസ് ഇങ്ങനെ തള്ളി കിടക്കും. അപ്പോൾ അവിടെ ചുളിവുകളൊക്കെ വരുമല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ഇതുകൊണ്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ഇടുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്